കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് തയ്യാറാക്കിയല്ലോ. ക്യാരമൽ ബ്രെഡ് പോപ്കോൺ ആണ് തയ്യാറാക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കൂ. അതിന് വേണ്ടിയിട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, സോസിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പാല്. ആദ്യം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ ബ്രൗൺ സൈഡൊന്നും മുറിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. ഓരോ ബ്രെഡും ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോന്നും എടുത്ത് ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് മതി. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല ക്രിസ്പി ആയിട്ട് ആക്കിയെടുക്കുക. ഇനി നമുക്ക് ക്യാരമൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. മെൽറ്റായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതുപോലെ തുടരെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഈ നിറമായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം ബട്ടർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ പോപ്കോണിന് ചെറിയ രീതിയിൽ നെയ്യുടെ ഒരു ടേസ്റ്റൊക്കെ വരും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലൊഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കട്ടയായിട്ട് വരും. അത് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ആ കട്ടകളൊക്കെ അങ്ങ് മാറും. ഇതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ രുചികരമായിട്ടുള്ള നമ്മുടെ ബ്രെഡ് പോപ്കോൺ റെഡി. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് തയ്യാറാക്കിയല്ലോ. ക്യാരമൽ ബ്രെഡ് പോപ്കോൺ ആണ് തയ്യാറാക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കൂ. അതിന് വേണ്ടിയിട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, സോസിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പാല്. ആദ്യം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ ബ്രൗൺ സൈഡൊന്നും മുറിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. ഓരോ ബ്രെഡും ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോന്നും എടുത്ത് ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് മതി. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല ക്രിസ്പി ആയിട്ട് ആക്കിയെടുക്കുക. ഇനി നമുക്ക് ക്യാരമൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. മെൽറ്റായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതുപോലെ തുടരെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഈ നിറമായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം ബട്ടർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ പോപ്കോണിന് ചെറിയ രീതിയിൽ നെയ്യുടെ ഒരു ടേസ്റ്റൊക്കെ വരും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലൊഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കട്ടയായിട്ട് വരും. അത് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ആ കട്ടകളൊക്കെ അങ്ങ് മാറും. ഇതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ രുചികരമായിട്ടുള്ള നമ്മുടെ ബ്രെഡ് പോപ്കോൺ റെഡി.